അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഡെസ്റ്റിനിയെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മളെല്ലാം അധിവസിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമ്മൾ പല രീതിയിലുള്ള ഇൻഫർമേഷൻസിനെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. നമ്മുടെ ഒരു വിധി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡെസ്റ്റിനി സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ ഏറ്റവും അടിസ്ഥാനത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ചിന്തകൾക്കനുസരിച്ചാണ് നമ്മുടെ ഒരു വിധി ഉണ്ടാകുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഏവർക്കും എൻ്റെ ആത്മനമസ്തേ. ഇന്ന് നമുക്ക് നമ്മുടെ വിധിയെ അല്ലെങ്കിൽ നമ്മുടെ ഡെസ്റ്റിനിയെ മാറ്റിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില മാർഗങ്ങളെ പറ്റി ഒന്ന് പരിശോധിക്കാം. കാരണം പലർക്കും അവരുടെ ആ ഒരു നിയോഗങ്ങളിലേക്ക് കടന്നു പോകുന്ന സമയങ്ങളിൽ എങ്ങനെയാണ് ഈ നിയോഗങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഡെസ്റ്റിനി നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നത് എന്നുള്ളതിനെപ്പറ്റി ശരിയായ ഒരു ധാരണ ഇല്ലാതെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് എന്ന് കരുതി ആ വിധിക്ക് അടിമപ്പെട്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനിയെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ശരിയായ രീതിയിൽ ഉള്ള സയൻസ് പറയുന്നത്. അതായത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ഡെസ്റ്റിനി ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഒരു നിയോഗം അല്ലെങ്കിൽ ഒരു വിധി ഉണ്ടാവുന്നത് എന്നുള്ളതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു വിധിയെ നമുക്ക് എടുക്കാനുള്ള മാർഗങ്ങൾ നമുക്ക് അവലംബിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഡെസ്റ്റിനിയെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മളെല്ലാം അധിവസിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമ്മൾ പല രീതിയിലുള്ള ഇൻഫർമേഷൻസിനെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നിന്ന് 5 തരത്തിലുള്ള ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള പഞ്ചതന്മാത്രകളാകുന്ന ഇൻഫർമേഷനെ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ആ ഇൻഫർമേഷനിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് ആ പഞ്ചതന്മാത്രകളാവുന്ന ഇൻഫർമേഷൻസ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ ആ ഇൻഫർമേഷൻസ് നമ്മുടെ ഉള്ളിൽ ഒരു ചിന്തകളായിട്ട് പരിണമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ചിന്തകളാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും അടിസ്ഥാനമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അധിവസിക്കുന്ന ഈ പ്രകൃതിയിൽ നിന്നും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ പഞ്ചതന്മാത്രകളാവുന്ന ഇൻഫർമേഷൻസ് നമ്മുടെ ഉള്ളിലേക്ക് വരികയും അവിടെ നമ്മുടെ ഓർമ്മകളായിട്ട് നമ്മുടെ ഉള്ളിൽ നമ്മുടെ സബ് കോൺഷ്യസിൽ കിടക്കുന്ന ആ ഇൻഫർമേഷനെ കൂടി പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മുടെ ഉള്ളിൽ ഓരോ ചിന്തകളും പരിണമിച്ച് വരുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ പ്രവൃത്തികളുടെയും അടിസ്ഥാനമെന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിരന്തരം ആയിരക്കണക്കിന് ചിന്തകൾ ഉണ്ടായിക്കൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിലും ഒക്കെ നമ്മുടെ ഉള്ളിൽ നിരവധി ആയിട്ടുള്ള ചിന്തകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചില ചിന്തകൾ നമ്മുടെ പ്രവൃത്തികളായിട്ട് മാറുന്നു, ചില ചിന്തകൾ നമ്മുടെ ഓർമ്മകളായി മാറുന്നു, ചില ചിന്തകളെ നമ്മൾ വിട്ടുകളയുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഏകദേശം 65,000-ഓളം ചിന്തകളാണ് ഒരു ദിവസം വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നു പോകുന്ന ചിന്തകളിൽ ഒരു 99% ചിന്തകളെയും നമ്മൾ വിട്ടുകളയുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതിൽ ചില ചിന്തകളെ നമ്മൾ നമ്മുടെ പ്രവൃത്തികളാക്കി മാറ്റുന്നു, ചില ചിന്തകളെ നമ്മുടെ ഓർമ്മകളാക്കി നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രവൃത്തികളാക്കി മാറ്റുന്ന ആ ചിന്തകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ ആ പ്രവൃത്തികളും വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആവർത്തിക്കുന്ന പ്രവൃത്തികൾ നമ്മുടെ ഒരു ശീലമായി മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രവൃത്തികൾ ആവർത്തിക്കുമ്പോൾ അത് നമ്മുടെ ഒരു ശീലമായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ എല്ലാ ദിവസവും വൈകിട്ട് 5 മണിക്ക് ഒരു കോഫി കഴിക്കുന്ന സ്വഭാവം നമുക്കുണ്ടായെന്നുണ്ടെങ്കിൽ അത് നമ്മളൊരു 10 ദിവസം അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ 21 ഡേയ്സ് നമ്മളത് ആവർത്തിച്ച് കഴിയുമ്പോൾ അത് നമ്മുടെ ഒരു ശീലമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു പ്രവൃത്തിയും ഒരു 21 ദിവസം നമ്മൾ തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മളുടെ ശീലമായി മാറുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിന്തകളിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രവൃത്തി, ആ പ്രവൃത്തികൾ പല പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ അത് നമ്മുടെ ശീലമായി മാറുന്നു. അപ്പോൾ ആ ശീലം നമ്മളിൽ പല രീതിയിലുള്ള വൈകാരികമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് വരുത്താനായിട്ട് ആ ഒരു ശീലത്തിന് കഴിയുന്നതാണ്. അതായത് ഇപ്പം മുമ്പേ പറഞ്ഞ ഉദാഹരണത്തിൽ നിന്ന് തന്നെ, ഇപ്പോൾ നമ്മൾ എല്ലാ ദിവസവും 5 മണിക്ക് ഒരു കോഫി കഴിക്കുന്ന സ്വഭാവം നമുക്കുണ്ടായി എന്നുണ്ടെങ്കിൽ ഒരു ദിവസം ആ കോഫി കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ അന്ന് നമുക്ക് തലവേദന ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്കൊരു ക്ഷീണം തോന്നും, അല്ലെങ്കിൽ നമുക്കൊരു തളർച്ച തോന്നും, അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാനായിട്ടുള്ള ഒരു ഉന്മേഷം ഉണ്ടാവില്ല. അങ്ങനെയുള്ള പല മാനസികാവസ്ഥകളും നമ്മളിൽ ഉണ്ടാകുന്നുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്ന പ്രവൃത്തികൾ ശീലമായി മാറിക്കഴിയുമ്പോൾ ആ ശീലമാണ് പിന്നെ നമ്മുടെ സ്വഭാവമായിട്ട് മാറുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വ്യക്തിയെ വിലയിരുത്തുന്നത് അയാളുടെ സ്വഭാവത്തിനെ വിലയിരുത്തിയിട്ടാണ്. ആ സ്വഭാവം എന്ന് പറഞ്ഞാൽ അയാളുടെ സംസ്കാരമാണ്. അപ്പോൾ ഒരു വ്യക്തിയിൽ ഒരു സ്വഭാവ രൂപീകരണം നടക്കുന്നത് അയാളുടെ ശീലങ്ങൾ പല പ്രാവശ്യം ആവർത്തിക്കുമ്പോഴാണ് ആ ഒരു സ്വഭാവമായിട്ടത് മാറുന്നത്. അതായത് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമായിട്ട് അയാളുടെ ശീലങ്ങൾ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചിന്തകൾ പ്രവൃത്തികളെ ഉണ്ടാക്കുന്നു, പ്രവൃത്തികൾ ആവർത്തിക്കുമ്പോൾ അത് നമ്മുടെ ശീലമായി മാറുന്നു.
അങ്ങനെ ആ ശീലങ്ങൾ പല പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ അത് നമ്മുടെ സ്വഭാവമായി മാറുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരമായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സ്വഭാവമാണ് നമ്മുടെ ശരിയായിട്ടുള്ള ആത്യന്തികമായിട്ടുള്ള ആ സ്വഭാവമാണ് നമ്മുടെ ഡെസ്റ്റിനിയെ നിർണ്ണയിക്കുന്നത്, അതായത് നമ്മുടെ നിയോഗത്തെ അല്ലെങ്കിൽ നമ്മുടെ വിധിയെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു വിധി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡെസ്റ്റിനി സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ചിന്തകൾക്കനുസരിച്ചാണ് നമ്മുടെ ഒരു വിധി ഉണ്ടാകുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഡെസ്റ്റിനിയെ മാറ്റിമറിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വർക്ക് ചെയ്യേണ്ടത് നമ്മുടെ ചിന്തകളിലാണ്. അതായത് ഇപ്പോൾ നമുക്ക് ആ ചിന്തകൾ ആവർത്തിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്വഭാവങ്ങൾ, ആ ചിന്തകൾ ആവർത്തിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രവൃത്തികൾ, ആ പ്രവൃത്തികൾ ആവർത്തിക്കുന്ന സമയത്ത് അത് നമ്മുടെ ശീലമായി മാറുന്നു, ശീലങ്ങൾ ആവർത്തിക്കുന്ന സമയത്ത് നമ്മുടെ സ്വഭാവമായി മാറുന്നു, സ്വഭാവം നമ്മുടെ ഡെസ്റ്റിനിയെ നിർണ്ണയിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ചിന്തകളെ ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രവൃത്തികളെ നമുക്ക് മാറ്റി എടുക്കാനായിട്ട് സാധിക്കും. ആ പ്രവൃത്തികൾ മാറുന്നതനുസരിച്ച് നമ്മുടെ സ്വഭാവങ്ങൾ മാറാനായിട്ട്, നമ്മുടെ ശീലങ്ങൾ മാറാനായിട്ട് തുടങ്ങും. ആ ശീലങ്ങൾ മാറുന്നതനുസരിച്ച് നമ്മുടെ സ്വഭാവം മാറും, സ്വഭാവം മാറുന്നതനുസരിച്ച് നമ്മളുടെ ഡെസ്റ്റിനി നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ചിന്തകളെ പോസിറ്റീവായിട്ട് മാറ്റേണ്ടത് എന്നാണ് നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഓരോ നിമിഷത്തിലും വിവിധങ്ങളായിട്ടുള്ള ഇൻഫർമേഷനെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിൽ പോസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടാവാം, നെഗറ്റീവായിട്ടുള്ള ഇൻഫർമേഷനും ഉണ്ടാകാം. എന്നാൽ നമ്മൾ സാധാരണ ഇതിൽ ശ്രദ്ധിക്കുന്ന ആ ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ റിസീവ് ചെയ്യുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നെഗറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും. കാരണം പോസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻസിനെ നമ്മളധികം ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മളെപ്പോഴും നെഗറ്റീവായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു അപകടം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു രോഗാവസ്ഥ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരാൾക്കൊരു സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നു, അങ്ങനെയുള്ള വാർത്തകളും അങ്ങനെയുള്ള ഇൻഫർമേഷനുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റിസീവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻസ് നമ്മുടെ ഉള്ളിൽ ചിന്തകളായിട്ട് പരിണമിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രവൃത്തികളാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് സാധാരണഗതിയിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ചിന്തകൾ ആദ്യം നമ്മുടെ ചിന്തകളെ ഒന്ന് ഫിൽട്ടർ ചെയ്യുകയാണ് ഇവിടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചിന്തകളെ ഫിൽട്ടർ ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്ന് നോക്കുന്ന സമയത്ത്, ചിന്തകളെ ഫിൽട്ടർ ചെയ്യാനായിട്ട് നമ്മൾ ചിന്തകളെ നിരീക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് ചിന്തകൾക്ക് സാക്ഷിയാവുക. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റൊരാൾ നമ്മളെ നോക്കി കാണുന്നത് പോലെ നമ്മൾ നമ്മുടെ ചിന്തകളെ നിരീക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെ ബോധത്തിൽ അറിയുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ചിന്തകളെ നമ്മൾ നിരീക്ഷിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ആ ചിന്തകളിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകളുണ്ടോ അതോ പോസിറ്റീവായിട്ടുള്ള ചിന്തകളാണോ ഉള്ളത് എന്ന് നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിനെ നിരീക്ഷിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ നമ്മൾ റിമൂവ് ചെയ്യുകയും അതുപോലെ പോസിറ്റീവായിട്ടുള്ള ചിന്തകളെ കൂടുതൽ നേരം നമ്മുടെ മനസ്സിൽ നിലനിർത്താനായിട്ട് നമ്മൾ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. അതായത് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ വരുമ്പോൾ ആ ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്തകളെ നമ്മുടെ മനസ്സിൽ കൂടുതൽ സമയം നിലനിർത്താനായിട്ടും, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വന്നു കഴിഞ്ഞാൽ അതിനെ മൈൻഡ് ചെയ്യാതെ അതിനെ വിട്ടുകളയാനായിട്ടും നമ്മൾ ശ്രമിക്കേണ്ടതാണ്. അങ്ങനെ നമ്മുടെ ചിന്തകളെ നമുക്കൊന്ന് ഫിൽട്ടർ ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ആ ചിന്തകൾക്ക് അനുസരിതമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ചിന്തകളെ ഫിൽട്ടർ ചെയ്ത് പോസിറ്റീവായിട്ടുള്ള ചിന്തകളിലേക്ക് നമ്മുടെ മനസ്സിനെ നമുക്ക് മാറ്റാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ആ പോസിറ്റീവായിട്ടുള്ള മനസ്സിൽ നിന്ന് നമുക്ക് പോസിറ്റീവായിട്ടുള്ള പ്രവൃത്തികളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളുടെ ആ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, നമ്മുടെ മനസ്സിൻ്റെയും നമ്മുടെ പ്രവൃത്തികളുടെയും ക്വാളിറ്റി എന്ന് പറയുന്നത് ആ ഒരു പോസിറ്റീവായിട്ടുള്ള ക്വാളിറ്റി ആയിട്ട് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെ പോസിറ്റീവായിട്ടുള്ള പ്രവൃത്തികൾ ആവർത്തിക്കുന്ന സമയത്ത് അത് നമ്മുടെ ശീലങ്ങളായിട്ട് മാറുന്നതാണ്. അതായത് പോസിറ്റീവായിട്ടുള്ള പ്രവൃത്തികളാണ് നമ്മുടെ ജീവിതത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ടുള്ള ശീലങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ലൊരു സ്വഭാവത്തിന് ഉടമകളായി മാറാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ശീലങ്ങളെ ആവർത്തിച്ച് നല്ല സ്വഭാവങ്ങളെ, നല്ല സംസ്കാരത്തെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ശീലങ്ങൾ പോസിറ്റീവായിട്ടുള്ള സ്വഭാവത്തെ നമ്മളിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ആ പോസിറ്റീവായിട്ടുള്ള സ്വഭാവങ്ങൾ പോസിറ്റീവായിട്ടുള്ള ഡെസ്റ്റിനിയെ നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് കാരണമായി തീരും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വിധിയെ നിർണ്ണയിക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വിധിയെ നിർണ്ണയിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ
നമ്മളൊരു നെഗറ്റീവായിട്ടുള്ള ഒരു വിധിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനിയിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. മറിച്ച് നമ്മുടെ ജീവിതത്തെ സന്തോഷവും സമാധാനവുമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് ആ രീതിയിലുള്ള ചിന്തകളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൾട്ടിവേറ്റ് ചെയ്യുക. ആ തരത്തിലുള്ള ചിന്തകളെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുക. അങ്ങനെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്തകളെ നിലനിർത്തിക്കൊണ്ട് പോസിറ്റീവായിട്ടുള്ള പ്രവൃത്തികളിലൂടെ, പോസിറ്റീവായിട്ടുള്ള ശീലങ്ങളിലൂടെ, പോസിറ്റീവായിട്ടുള്ള സ്വഭാവത്തിലൂടെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള വ്യക്തികളായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കും. അങ്ങനെ മാറാനായിട്ട് ഇന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കാനായിട്ട് തുടങ്ങുക. ആ ചിന്തകളെ നിരീക്ഷിച്ചുകൊണ്ട് അവിടെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളുണ്ടെങ്കിൽ അതിനൊക്കെ വിട്ടുകളയുക. പോസിറ്റീവായിട്ടുള്ള ചിന്തകളെ കൂടുതൽ സമയം നമ്മൾ നിലനിർത്താനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ശ്രമിച്ചുകൊണ്ട് വളരെയധികം സന്തോഷവും സമാധാനവുമുള്ള വ്യക്തികളായി മാറാനായിട്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായി കാണുന്നവരെ നിങ്ങളുടെ സ്വന്തം യാഷ. Yasha Living, synchronizing the art, tactics and spirituality.